ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിൽ ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ ഗൗതം ഗംഭീറിന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ വേട്ടപ്പട്ടികളുടെ എല്ലാം അണ്ണാക്കിൽ ഇപ്പൊ എന്താണ് ഇടിവാള് കയറിയിരിക്കുകയാണോ എന്നാണ് ഓരോ ഗൗതം ഗംഭീർ ആരാധകരും ചോദിക്കാനുള്ളത്. കാരണം പുച്ഛിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നിനക്കൊന്നും ഒരു മടിയില്ല. അപ്പൊ പിന്നെ ഈ വിജയത്തിന്റെ ക്രെഡിറ്റും കൂടെ ഗംഭീറിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും അല്ലേ. കുറച്ച് എക്സൈറ്റഡ് ആയി പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ഗംഭീറിന്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കാം. എടേ, അശ്വിൻ ഇല്ല, ജഡേജ ഇല്ല, ഈ കൊല കെട്ടിയ സീനിയർ താരങ്ങളില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പം വൈറ്റ് വാഷ് ചെയ്യപ്പെടും എന്ന് എല്ലാവരും വിധി എഴുതി. ആദ്യ മത്സരത്തിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പോലും ഇല്ല. കൊച്ചു പിള്ളേരെ വെച്ച് എങ്ങനെ പണിയണമെന്ന് ഗംഭീർ കാണിച്ചു വന്നിട്ടുണ്ട്. ഗംഭീറിന് സോൾ ക്രെഡിറ്റ് വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസ് തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത്. പക്ഷേ ഹർഷിത് റാണയും നിതീഷ് കുമാർ റെഡ്ഡിയും എല്ലാം ടീമിൽ ഇടം പിടിച്ചെങ്കിൽ അതിന്റെ പിന്നിലെ കാരണക്കാരൻ ഗംഭീർ തന്നെയാണ്. സോൾ ക്രെഡിറ്റ് ഗംഭീറിന് കൊടുക്കണമെന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല. ഗംഭീറിന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ, പരാജയത്തിന്റെ ഭാരം മുഴുവനും ഗംഭീറിന്റെ തലയിൽ കെട്ടിവെക്കുന്നവർ, വിജയത്തിന്റെ ക്രെഡിറ്റും കൂടെ ഗംഭീറിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാൻ മടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും പെർത്തിൽ വിരുന്നുകാരായിട്ട് വന്ന ഏറ്റവും വലിയ വിജയമായിട്ട് ഇന്ത്യൻ യുവനരെ കൊണ്ട് എടുപ്പിക്കുമ്പം അതിന്റെ അമര തനിഷേധ്യനായിട്ട് ജിജി ഉണ്ട് എന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ IPL ഓപ്ഷൻ ഓരോ ടീമുകളും അനലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ട് ബാക്കി ചെയ്യാം. ബൈ.